ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് പ്രസവരക്ഷേൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് തന്നെ അതാക്കാം അല്ലേ. അപ്പോൾ രാവിലെ തന്നെ അത് അമ്മ ഒരു ബുൾസയും പിന്നെ ഒരു ഗ്ലാസ് പാലും ഒക്കെ കൊണ്ട് തന്നിട്ടായിരുന്നു. അതിൻ്റെ മുമ്പേ കഷായം കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഇതാ ഒരാളിവിടെ കിടന്ന് ഇങ്ങനെ ഞെരിപിരി കൊള്ളുന്നുണ്ട്. എണീക്കാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു. ഇന്നലെ തുമ്പമ്മ നമ്മളടുത്താണ് കിടന്നത്, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വിലങ്ങനെ കിടക്കുന്നത് കട്ടിലിൻ്റെ കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ അല്ലോട്ട് എന്താ റെഡിയായി സ്കൂളിൽ പോകാൻ നേരമായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഉമ്മയൊക്കെ തന്നിട്ട് പോവാണ് കേട്ടോ. ഞാനിവന് സ്കൂളിൽ പോണ കാര്യങ്ങളൊന്നും അറിയാറില്ല. അപ്പം ഇനിയിപ്പോൾ വീട്ടിലെത്തിയാൽ പയ്യെ എല്ലാം അറിഞ്ഞു തുടങ്ങും. അമ്മയും തന്നെയാണ് നെട്ടോട്ട് ഓടല്. കാരണം ഇവന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറിയും സ്നാക്സും എല്ലാ സാധനം സെറ്റാക്കണ്ടേ. ഇതുവരെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലോട്ട് സ്കൂളിൽ പോകുമ്പോൾ വലിയ ടാസ്ക് ഒന്നുമില്ല. അവനെ കുളിപ്പിക്കുക, അവനെ ഭക്ഷണം കൊടുത്ത് വിടുക എന്നുള്ളതേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് അവനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊണ്ടുകൊണ്ട് തന്നെ ഇനിയിപ്പം കുറച്ച് ടാസ്ക് ആണ്. പിന്നെ ഇതാ നമ്മുടെ തുമ്പിമോളും കാശിക്കുട്ടനും ഒക്കെ എണീറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവരെണീക്കണ വരെ എൻ്റെ ഉറക്ക സമയം തന്നെയാണ് കേട്ടോ. ഞാൻ കിടന്ന് ഉറങ്ങാറാണ്. ചില സമയം രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യേണ്ട ആ സമയത്തൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇതാ അല്ലുട്ടനെ വിട്ടതിൻ്റെ ക്ഷീണം മാറ്റിയാണ് അമ്മയും കൂടി ഇരുന്നിട്ട് കേട്ടോ. ഇത്രയും നേരം ഓട്ടപ്പാച്ചിലായിരിക്കുമല്ലോ, അപ്പോൾ കുറച്ച് നേരം ഒരു വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരിക്കും. അപ്പോൾ അമ്മ വീഡിയോ കോളിലാന്ന് തോന്നുന്നു, ഉണ്ണിച്ചേട്ടൻ വിളിക്കേണ്ടത് തോന്നുന്നു. അമ്മമ്മ പല്ലൊന്നും വെച്ചില്ലടി വീഡിയോ എടുക്കുന്നതെന്നൊക്കെ പറയുകയാണ് എൻ്റെ അടുത്ത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ടേക്ക് നോക്കാൻ നല്ല രസമാണ്. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒക്കെ അതെ, ഇവിടെ നല്ല വ്യൂ ആണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ നമ്മളിവിടെ കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അവിടെ, അമ്മ വീണ്ടും പത്തനംതിട്ട, അമ്മമ്മ വീണ്ടും വയനാട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പല വഴിക്ക് ചിതറിപ്പോകും. പിന്നെ ഇടയ്ക്കും വല്ലപ്പോഴും ആണ് നമ്മളിനി കാണുക അല്ലേ. ഇതുപോലെ നിൽക്കാൻ ഇനിയൊരു ചാൻസ് കിട്ടണേ ഓഫ് കോഴ്സ് എനിക്കൊരു വീടൊക്കെ ആവണം. അല്ലാതെ ഇപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാവരും ഇത്രയും ദിവസം ഒന്ന് വന്ന് നിൽക്കുക എന്നൊന്നും പറഞ്ഞത് പോസിബിൾ അല്ലല്ലോ. എന്താണ് പറ്റുവനെ? ആടെ നോക്കി കണ്ണ് കുത്തിയിട്ടടി. അയ്യോ അങ്ങനെ നമ്മുടെ കാശിക്കുട്ടനെയും കളിപ്പിച്ച് വീണ്ടും ഞാനതാ അവിടെ തന്നെ. ഞങ്ങൾ കിടന്ന് പിന്നെ കുറച്ച് നേരം കഥ പറയാനൊക്കെ തുടങ്ങിയേ. എണീച്ച് പോയി. അത് രാത്രി കിടക്കുമ്പോ എണീറ്റ് വായിച്ച് ഇവിടെ കിടന്നതാ. ചുറ്റുരുമണിയാണോ? കാശി എവിടെ പോയി? തുമ്പി ചേച്ചിയുടെ കാശി എവിടെ? കാശിപ്പൊന്നേ അമ്മമ്മ പൊന്നേടേ കാശി. അമ്മമ്മ കുട്ടി, അമ്മമ്മന്റെ പൊന്നുമോൻ അമ്മമ്മന്റെ കൂടെ വരുന്ന. ചിലവർക്ക് അമ്മമ്മന്റെ കൂടെ ഒന്നും കിടക്കാനൊന്നും പറ്റൂല. തുത്താമീനെ മണക്കുന്നുണ്ടല്ലോ. എന്താ നോക്കണേ? ഫോണ് കണ്ട ഞമ്മള് നോക്കുന്നു. ഞമ്മളിത് എത്ര കണ്ടതാന്ന്. വയറ്റിൽ കിടക്കുമ്പോ ഞാനിതൊക്കെ അറിഞ്ഞതാണ്. അമ്മമ്മ പൊന്നേടേ, നിങ്ങളങ്ങോട്ട് മാറി, ഞാൻ വീഡിയോ എടുക്കാന്ന്. അല്ലുകുഞ്ഞേന്ന് വെച്ചു. കാശിപ്പൊന്നേ നോക്കിയാ കാശി ശോഭേ, ഞാനൊരു വികാര ജീവിയാണ്. കാശി 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 കിടക്കാൻ സമ്മതിക്കില്ല. കാശിക്കുട്ട തുമ്പിമോളെ മുടിയാക്കല്ലേ കണ്ണില്ല.
മനുഷ്യൻ വന്നിട്ടുണ്ട്. കല്ലു അങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ പോകും. കാശി ഇതൊന്നായില്ലായിരുന്നു 3 മാസം. ഇനി മൂപ്പരങ്ങനെ പുറത്തേക്ക് നോക്കി എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കും. ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ളത്, കറണ്ട് ബില്ല് അടയ്ക്കാനുള്ളത് തുടങ്ങിയിട്ട് സകലമാന കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ആലോചിക്കുന്ന ഓനാണ് കേട്ടോ. അപ്പുറത്താണൊരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ തുമ്പിമോളെ കുളിപ്പിക്കാൻ കേട്ടോ. കുളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. ഒരു ദിവസം 10 നേരം വേണമെങ്കിലും കുട്ടി കുളിച്ചോളും. പക്ഷേ ഒരു രസം ഒച്ചപ്പാടുണ്ടാക്കിയിട്ടേ മുപ്പത്തി കുളിക്കുള്ളൂ എന്ന് മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തേപ്പാണ്, തേപ്പോട് തേപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കിയല്ല, പല്ല് തേക്കുകയാണ് കേസ്. ഇനി അതുകൂടെ കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോഴത്തേക്കും നമുക്ക് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള സമയമാവും. അപ്പോൾ ഇതാ ചായ കുടിക്കാൻ ഇന്ന് പത്തിരിയും ഇഷ്ടുകറിയാണ് കേട്ടോ. ഭാഗ്യം, ഞാൻ ഇന്ന് വരുമ്പോൾ പൂരിയാണോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചാൽ നോക്കിയത്. കാരണം എന്ന് ലോങ് വീഡിയോ ചെയ്യുമ്പോഴും നമുക്ക് നോർമലി പൂരിയാണല്ലോ കിട്ടാറ്. ഇനി തുമ്പിമോൾ അംഗനവാടിയിലേക്കും കൂടെ വിട്ട് കഴിഞ്ഞാലാണ് വൈശാഖേട്ടൻ ഒന്ന് ഫ്രീ ആവുള്ളൂ കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഇതാ ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ച് പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കാൻ കേട്ടോ. ചില സമയങ്ങളിൽ ഞാൻ ചായ കുടിക്കുമ്പോഴത്തേക്ക് അമ്മ അതൊക്കെ സെറ്റാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വേഗം വന്നിട്ട് അത് ചെയ്യുകയാണ്. കാരണം അമ്മ വേറെന്തോ തിരക്കിലാണേ. തുമ്പമ്മേനെ വിടാൻ വേണ്ടിയിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണോളെ. നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തെറാപ്പിസ്റ്റ് കുട്ടിയെത്തൂട്ടോ. രേവതി എന്നാണ് ആളുടെ പേരും. വിശ്വേക ആയുർവേദ എന്നാണ് ഞാൻ പോസ്റ്റ്നേറ്റൽ കെയർ ചെയ്യണത്. 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കത് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൻ്റെ പരിസര പ്രദേശത്താണെന്നെങ്കിൽ ഹോം സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ സ്റ്റേ ബാക്ക്, അതായത് നമ്മുടെ വീട്ടിലോ നമുക്ക് അക്കോമഡേഷൻ കൊടുത്തുകൊണ്ട് വേണേൽ ചെയ്യാം. അപ്പം ഇവരിപ്പം വേറൊരു സ്ഥലത്ത് റെൻറ്റിനാണ് നിൽക്കുന്നത് കേട്ടോ. എന്നിട്ട് രാവിലെ ആകുമ്പോൾ വന്ന് ചെയ്തിട്ട് തിരിച്ചു പോവുക, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രേവതി. അപ്പോൾ ആൾ വരുന്നതിന് മുമ്പ് ഞാൻ വേഗം റെഡിയാക്കാൻ കേട്ടോ തുമ്പമ്മേനെ. കണ്ണെഴുതി കൊടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ അമ്മ തന്നെ ചെയ്തോളൂ കേട്ടോ. ചില സമയത്ത് എല്ലാം അമ്മ തന്നെയാണ് ചെയ്യാറ്. ഞാൻ ഏത് കാജലാണ് യൂസ് ചെയ്യാറെന്ന് കുറേ പേര് ചോദിക്കാറുണ്ടായിരുന്നു. ജയ് കാജലാണ് കേട്ടോ യൂസ് ചെയ്യാറ്. നല്ലതാണ് കുട്ടികൾക്ക്. നമ്മുടെ കാശിക്കുട്ടൻ ഇവിടെ നല്ല അടിപൊളി ഉറക്കത്തിലാണ് കേട്ടോ. രാത്രിയൊക്കെ ചില സമയം നേരം വൈകി കുറഞ്ഞാൽ രാവിലെ മൂപ്പര് നന്നായിട്ട് ഉറങ്ങിക്കോളും. തുമ്പമ്മേനെ റെഡിയാക്കി ഇതാ വിടുകയാണ് കേട്ടോ. നോക്കട്ടെ, സുന്ദരിയായി നോക്കട്ടെ. ഒരു ഉമ്മ തരുവടി. അമ്മേന്റെ സങ്കടം അമ്മയ്ക്ക് സങ്കടമാകുന്നൊരു ഉമ്മതാ. ഉമ്മ ഉണ്ടല്ലോ ഫ്ലൈങ് കിസ്. ചിരിക്കി. എന്താ അമ്മേന്റെ തലയ്ക്ക് എന്തോ വെട്ടുണ്ടോ? തലേനേക്കാളും വലിയൊരു ചീർപ്പു. ബൈ ബൈ തുമ്പി. പിണങ്ങിയിട്ട് പോവുക, പിണങ്ങി പോവുക. ഫോണ് കൊടുക്കാത്തേന്. ബൈ തുമ്പി. ആ അത് ശരിയാ. അങ്ങനെ അച്ഛനും മോളും കൂടെ അംഗനവാടിയിലേക്ക് പോയിട്ടുണ്ട്. കാശിക്കുട്ടൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ എണീപ്പിക്കേണ്ടി വരും. രേവതി, ഓ സ്ലോ മോഷനിലേ തിരിയൂലേ? രേവതി കണ്ടോ എപ്പോഴും സ്ലോ മോഷൻ. തെറാപ്പിസ്റ്റ് രേവതി സ്ലോ മോഷനിലേ തിരിയൂന്ന്.
ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ആൾ ഞങ്ങളെ വീട്ടിലൊരാളെ പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അമ്മയായിട്ടും അമ്മമ്മയായിട്ടും മക്കളായിട്ടും എല്ലാവരുമായിട്ടും നന്നായിട്ട് പെട്ടെന്ന് തന്നെ മിങ്കിളായിട്ടുണ്ട് ആൾ. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂട്ടുകളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണേ. ഇത് നമ്മൾ വയറിൽ സ്ട്രെച്ച് മാർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കോഴിമുട്ടയുടെ വെള്ളയിൽ ആൻറ്റി സ്ട്രെച്ച് മാർക്ക് പൗഡർ ഉണ്ട് അവരുടെ. അപ്പോൾ അത് മിക്സ് ചെയ്ത് വെക്കുക. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ മോനെ കുളിപ്പിക്കുക എന്നുള്ള പരിപാടിയാണ് ആദ്യം ചെയ്യാറ് കേട്ടോ. ഈ പ്രൊഡക്ട്സ് എല്ലാം അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അവരെല്ലാം കൊണ്ടാണ് എല്ലാം സജ്ജമാക്കിയിട്ടാണ് വരിക. ഈവൻ നമ്മളെ ഈ ഒഴിയാനുള്ള ബെഡും എല്ലാം അവിടെ നിന്ന് കൊണ്ടുവരും കേട്ടോ. ഇന്നൊരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനുള്ള എല്ലാ സംഭവവും അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ പോകുന്നത് നമ്മളെ മോനെ എണീപ്പിക്കണം, കുളിപ്പിക്കാനുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കണേ. ആളാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പക്ഷേ ഇപ്പം അവനെ എണീപ്പിച്ച് കുളിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയാൻ കുറച്ചധികം സമയമെടുക്കും. അപ്പോഴത്തേക്ക് ആൾക്ക് വിശക്കും, പിന്നെ ആളുടെ ടൈമിംഗ് ഒക്കെ തെറ്റിപ്പോകും. അതിലും നല്ലത് ആദ്യം അവനെ എണീപ്പിച്ച് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുറച്ച് നേരം ഉറങ്ങും. അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ സെറ്റാക്കാമല്ലോ. പിന്നെ ഇവന് മൂക്ക് പിടിക്കുന്നൊന്നും വലിയ സീനില്ല, പക്ഷേ ചെവി പിടിക്കണത് ഞങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതിവർ കുടുംബത്തോട് അങ്ങനെയാണ് ഞാൻ തോന്നുന്നു. അങ്ങനെ ഷീറ്റിൽ കിടത്തിയിട്ട് ഇവിടെ നിന്ന് കിടത്തിയാണ് കുളിപ്പിക്കാറ് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ കുളിപ്പിക്കേണ്ടി വരും. മുഷമ്മയ്ക്ക് മക്കളെ കുളിപ്പിക്കാൻ ഭയങ്കര പേടിയാണ്. അല്ലുവിനും തുല്ലിനും ഹേസുവിനും ഒക്കെ ഞാനാണ് ആദ്യം കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഹേസുവിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പിന്നെ പ്രഗ്നൻ്റാണെന്ന് അറിയുന്നത്. അതിന് ശേഷം പിന്നെ കല്യാണം കേട്ടോ ഹേസുവിനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാശിക്കൊട്ടിൻ്റെ മേലെ വെള്ളം ഒഴിക്കുന്നതും കുളിക്കുന്നതും ഒന്നും ഒരു സീനും ഇല്ല. പക്ഷെ ചില സമയം മൂട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയായിരിക്കും. ഈ തൂണിൻ്റെ പിന്നിൽ കുട്ടിയുടെ ഡാഡി ഉണ്ട്. ഞങ്ങളെല്ലാവരും ചുറ്റുമുണ്ട് കേട്ടോ കുട്ടീനെ കുളിപ്പിക്കാൻ കാണാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ എനിക്ക് പൊതുവേ ഭയങ്കര ടെൻഷനാണ്. അമ്മമ്മയാണെങ്കിലും ആര് കുളിപ്പിക്കുകയാണെങ്കിലും ഞാൻ ഇങ്ങനെ അതിങ്ങനെ ഈഗേളി നോക്കി നിൽക്കും. അയ്യോ ചവിട്ട് വെള്ളം പോവോ, അവിടെ വെള്ളം പോവോ, മൂക്കിൽ പിന്നെ വെള്ളം വലിച്ച് കയറി പോവുമെന്ന്. പക്ഷേ ഇതപ്പോൾ അമ്മമ്മ നിൽക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ് വന്നത്. ഇതുപോലെയാണ് നിങ്ങൾ കുളിപ്പിക്കുമ്പോൾ ഞാൻ നിൽക്കലെന്നൊക്കെയാണ് അമ്മമ്മേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ കുളി കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അധികം വിഷ്വൽസ് ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. രേവതി വരുന്നോടെ വരെ അമ്മമ്മ തന്നെയാണ് കേട്ടോ പിന്നെ കാശിനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലുവിനെയും തുമ്പിനെയും ഒക്കെ അമ്മമ്മ തന്നെയാണ് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് എൻ്റെ 3 മക്കളെയും ഞാൻ മൊത്തത്തിൽ അമ്മമ്മയ്ക്ക് ഞങ്ങൾക്ക് കൊടുത്തു തന്നെയായിരുന്നു. അമ്മമ്മ തന്നെയാണ് കുളിപ്പിക്കലും. പിന്നെ അമ്മമ്മയ്ക്ക് എല്ലാത്തിനും അമ്മമ്മയുടേതായ ശാസ്ത്രങ്ങളുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ പഠിച്ചതും അമ്മമ്മയുടെ ബിലീഫ്സും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. എന്നാലും എന്താ പറയുക, അമ്മമ്മ പറയുന്നിടത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും. പിന്നെ ഇതാ മോനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അമ്മ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാനിതാ പാല് എക്സ്പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 60 ml അടുത്താണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് എമൗണ്ട്. അപ്പം അതല്ലാതെ അമ്മ നോർമലി പാല് കുടിക്കും. ഒരു നേരമെങ്കിലും ഞാൻ ഇങ്ങനെ കൊടുക്കും എൻ്റെ ഒരു സമാധാനത്തിന്. കാരണം നമ്മൾ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്നൊരു കാര്യം എന്താ, അവർക്ക് മതിയായ അളവിൽ പാല് കിട്ടുന്നുണ്ടോ എന്നൊരു ടെൻഷൻ. നമുക്ക് എത്ര പാലുണ്ടെങ്കിലും എന്താണെങ്കിലും നമുക്ക് ആ ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ അനുഭവിക്കാത്ത അമ്മമാരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ടെൻഷൻ തന്നെയായിരിക്കും അത്. അങ്ങനെ അവനത് അമ്മ അവിടെ നിന്ന് പാൽ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെ ഹെഡ് മസാജിലൂടെയാണ് തുടങ്ങുന്നത് കേട്ടോ. അവിടുന്ന് എല്ലാ പ്രൊഡക്ട്സും അവിടുന്ന് തന്നെ കൊണ്ടുപോകുന്നതാണ്. വിശ്വേക ആയുർവേദ. നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ. കാരണം നമ്മളുടെ ഓരോരോ പാക്കേജിനനുസരിച്ച്, അതായത് 7 days 14 days 28 days തുടങ്ങിയിട്ട് പാക്കേജസ് ഉണ്ട്. അതുപോലെ അവിടെ പോയി ചെയ്യുന്നതിന് വേറെ പേയ്മെൻ്റ് ആണ്, നമ്മൾ വീട്ടിൽ വന്ന് ചെയ്യുന്നതിന് വേറെയാണ്, സ്റ്റേ ബാക്ക് ചെയ്യുന്നതിന് വേറെയാണ്. സോ പല റേറ്റിനായിരിക്കും ഉണ്ടാവുക. പക്ഷേ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഒരു അഫോർഡബിൾ റേറ്റ് തന്നെയാണ് അവർ ചെയ്യുന്നത്. ആൻഡ് സർവീസ് ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ നമ്പർ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഇത് മാത്രമല്ല പോസ്റ്റ്നെറ്റൽ കിറ്റൊക്കെ അവർ നമുക്ക് ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്ത് തരും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ഫുൾ പ്രോഡക്ട്സും അവർ ആ കിറ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഹെഡ് മസാജ് ഉണ്ടല്ലോ ഭയങ്കര സുഖമാണ് കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കര നമുക്കൊരു റിലീഫ് തന്നെയാണ്. നല്ല അടിപൊളി മസാജ്. അപ്പം നമ്മൾ സ്വന്തം എത്ര മസാജ് ചെയ്താലും ഈ ഒരു സുഖം കിട്ടില്ല അല്ലേ. ഇപ്പോൾ നമ്മൾ ഷാമ്പു വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പാർലറിൽ പോയിട്ടല്ല മറ്റൊരാളോ ഷാമ്പു വാഷ് ചെയ്ത് തരുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇത്. ശരിക്കും നമുക്ക് ഹെയർ ഗ്രോത്ത്, അതുപോലെ ഹെയർ ഫോൾ തടയാൻ വേണ്ടിയിട്ട്, ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേശ ലേപമാണ്. ഹെയർ പാക്കും കൂടെ ഇട്ട് കഴിഞ്ഞ് മുടി കെട്ടി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ബാക്കി ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു മസാജും ഹെയർ പാക്കും കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് തലയ്ക്ക് നല്ലൊരു തണുപ്പും പിന്നെ നല്ലൊരു റിലീഫൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഉറങ്ങാനുള്ളൊരു മൂഡാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ എനിക്കാണെങ്കിൽ പൊതുവേ ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കഴുത്തിനും പുറത്തും നല്ല പെയിനായിരുന്നു കേട്ടോ. നല്ല പെയിനാണ്. പിന്നെ തുമ്പിമോളെ ഡ്രസ്സ് ചവിട്ടിയിട്ട് ഒരു പ്രാവശ്യം ഞാൻ വഴിക്കായിരുന്നു പ്രഗ്നൻസി ടൈമിൽ. നമ്മൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിയിട്ട് അത് കുറച്ച് കാലത്തേക്ക് നമുക്ക് ഉണ്ടാവും എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. ഞാനങ്ങനെ വഴിക്കിയ സമയത്ത് എൻ്റെ റൈറ്റ് സൈഡിലെ ഹിപ്പ് ഒന്ന് തെറുമ്പി പോവുക, നമ്മളൊന്ന് ഉളുക്കി പോയ പോലെ ഉണ്ടാവില്ലേ, അങ്ങനെ
വേദനയായിട്ടുണ്ടായിരുന്നേ. പക്ഷേ അതപ്പം ആ വേദന അങ്ങ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ആ വേദന വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് എന്താണോ പ്രശ്നം അതിനൊക്കെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇവർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ കഴുത്തിനും പിന്നെ ലോ ബാക്ക് റീജിയണിലും നല്ല വേദന ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്ക് പ്രത്യേക ലേപം തന്നെ ഇടാനുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അടുത്ത്. അതായത് നമുക്ക് കടിലേപം, അതായത് നമ്മുടെ ലോ ബാക്ക് ഏരിയ ഞാൻ പറയുന്നത്, കടിലേപം അതുപോലെ ഗ്രീവ ലേപം ചെയ്യുന്നുണ്ട്. ഗ്രീവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്താണ് കേട്ടോ. ആക്ച്വലി നിങ്ങളിപ്പോൾ ഒരു സംസ്കൃത ക്ലാസ്സിന് വന്ന ഫീല് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പഠിച്ചതൊക്കെ ഞാനും പറയണ്ടേ മക്കളെ, കാരണം മറന്നു പോയിട്ടല്ല, എനിക്ക് അത്രയും ഇൻട്രസ്റ്റോടു കൂടി പഠിച്ചൊരു സാധനം തന്നെയാണ്. പക്ഷേ എന്താ പറയുക, സാമ്പത്തികമായിട്ടും കൂടെ നോക്കണ്ടേ, നമുക്ക് ജീവിക്കണ്ടേയും. ഇതുകൊണ്ടാണ് ഞാൻ ഒന്ന് ബാക്കോട്ട് നിന്നത്. പക്ഷേ നമ്മുടെ കാശിക്കുട്ടൻ കുറച്ചുകൂടി ആവട്ടെ, എന്നിട്ട് എനിക്കൊരു സിറ്റിങ്ങിനെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മളുടെ ഹെഡ് മസാജും ഹെയർ പാക്കും ഒക്കെ കഴിഞ്ഞ് ആ മുടിയൊക്കെ കെട്ടി വെച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലേപങ്ങൾ, അതായത് കടി ലേപവും ഗ്രീവ ലേപവും ചെയ്യാണ് കേട്ടോ. അപ്പോൾ കഴുത്തിന് ആ ഒരു ലേപമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പം അത്യാവശ്യം കുറച്ചൊരു കുറവും ഉണ്ട് കേട്ടോ. എനിക്കതിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം കുട്ടി എല്ലാ ദിവസവും നന്നായി മസാജ് ചെയ്തിട്ട് നമ്മളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒഴിച്ചിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് പെയിൻ കൂടുക ചെയ്യുക, എന്നിട്ടാണ് ആ പെയിനിന് ശമനം ഉണ്ടാവുക. കാരണം നമ്മുടെ ശരീരം ഓൾറെഡി കർക്കിടക മാസമാണ് കേട്ടോ. എനിക്കെല്ലാം കൂടെ ഒത്തു വന്നതാണ്. പ്രസവരക്ഷയും കർക്കിടക മാസവും ഒക്കെ ഒരുമിച്ച് വന്നുകൊണ്ട് തന്നെ കർക്കിടക ചികിത്സയും എല്ലാം ഇതിലങ്ങോട്ട് ഒതുക്കുക. അപ്പോൾ നമ്മുടെ ശരീരം വളരെ ഇളമിച്ചിരിക്കുന്ന സമയം എന്നാ പറയാം. അതായത് കർക്കിടക മാസത്തിലും ഈ പ്രസവാനന്തരമായിട്ടുള്ള സമയത്തും നമുക്ക് നമ്മുടെ ശരീരം വളരെ ഇളമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്താലും നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ആ മസിലൊക്കെ ഒന്ന് കുത്തി ഉടച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് അത്യാവശ്യം നല്ല പെയിനും ഉണ്ടാവും കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നത് ഫേസ് മസാജാണ് കേട്ടോ. ആക്ച്വലി നല്ല രീതിക്ക് തന്നെ ഈ ഒരു മസാജ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്കിന്നിലെ പോസൊക്കെ ഓപ്പൺ ആവുക എന്ന് പറയില്ലേ, അതുപോലെ ആയിരിക്കും. നല്ല രീതിക്ക് തന്നെ അവിടെ മസാജ് തന്നതിന് ശേഷമാണ് ഫേസ് മാസ്ക് ഇടുന്നത് കേട്ടോ. ഈ മാസ്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതായത് നമ്മൾ തൈരിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്. സോ നമുക്ക് അതും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് പോവുക. ആക്ച്വലി എൻ്റെ ഡബിൾ ചിന്നൊക്കെ ഒന്ന് പോയി ഞാൻ സെറ്റായി വന്നതായിരുന്നു. അത് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ. സാധാരണ എല്ലാവരും പ്രഗ്നൻസി ടൈമിൽ തടിക്കില്ല ചെയ്യുക. ഞാനാണെങ്കിൽ ഷുഗർ കട്ടൊക്കെ ചെയ്ത് ഷുഗർ നന്നായി കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് രാത്രി ഒന്നും അരിഭക്ഷണമൊന്നും കഴിക്കില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് മുഖമൊക്കെ നല്ല ഷേപ്പിന് വന്ന് ഞാനൊന്ന് മെലിഞ്ഞ് സെറ്റായി വന്നായിരുന്നു. ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് എന്നുള്ള മട്ടിലായതുകൊണ്ട് ഇപ്പോൾ ചെറുതായിട്ട് ഡബിൾ ചിന്നൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നൊരു സംശയമല്ല ഉണ്ട്. പിന്നെ അതാ നമ്മുടെ സർവാംഗ അഭ്യംഗം, അതായത് നമ്മൾ ഫുൾ ബോഡി മസാജിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിലിട്ട് നന്നായി മസാജ് ചെയ്യും. സത്യം പറയട്ടെ, എനിക്ക് ഓയിൽ അത്ര ഇഷ്ടമൊന്നുമല്ല. ഞാൻ ആയുർവേദ ഡോക്ടറാണ്, പക്ഷേ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നല്ലാതെ ഈ ഒരു സംഭവം, അതായത് ഓയിൽ ശരീരത്തിൽ എനിക്ക് എന്താ പറയുക, രോമാഞ്ചിഫിക്കേഷനൊക്കെ വരും ആൻഡ് ചൊറിച്ചിലൊക്കെ പോലെ തോന്നും കേട്ടോ. പക്ഷേ ഇപ്പം സ്ഥിരമായിട്ട് ഇത് തേക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ആരോ ഒരാൾ കമൻറ്റ് ഇട്ടു, ചേച്ചി ഈ സമയത്ത് വാക്സ് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത്. ആക്ച്വലി മക്കളെ, ഞാനിതിപ്പോൾ ഒന്നല്ല, കുറേ മുന്നേ വാക്സ് ചെയ്താൽ പിന്നെ അധികം രോമമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഇതാ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ പാദത്തിൽ നമ്മൾ ഈ മർമ്മത്തിൽ അല്ലെങ്കിൽ പ്രഷർ പോയിൻറ്റ്സിലൊക്കെ പ്രഷർ അപ്ലൈ ചെയ്യുന്നില്ലേ, എന്തൊരു സുഖമാണെന്നറിയോ. ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. സോ നല്ലൊരു റിലാക്സേഷനാണ് ആ ഒരു സമയത്ത് കിട്ടാറ്. അങ്ങനെ നമ്മുടെ ഫുൾ ബോഡി മസാജ്, ഇതൊക്കെ നമ്മുടെ ക്യാമറാമാൻ വൈശാഖേട്ടനാണ് കേട്ടോ. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നൊരു സമയമാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ കിടന്നുറക്കുമ്പോൾ ഒരാളിങ്ങനെ നന്നായി മസാജ് ചെയ്യുന്നത് നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ഉറക്കത്തിലേക്ക് മയങ്ങി പോകും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യാനുണ്ടാവും. കമന്ന് കിടക്കൂ, മലർന്ന് കിടക്കൂ, ചെരിഞ്ഞ് കിടക്കൂ എന്നൊക്കെ പറയുമ്പം അങ്ങനെ ഉറക്കം ഡിസ്റ്റേബ് ആയാലുള്ളൂ. ഇതൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സുഖമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യണമെങ്കിൽ വേറൊരാളെ കൊണ്ട് എണ്ണ തേപ്പിച്ചത് അതുപോലെ ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കിയാൽ മനസ്സിലാവും. നല്ലൊരു എന്താ പറയുക, നമുക്ക് നല്ലൊരു റിലാക്സേഷനും എന്താ പറയേണ്ട ഒരു ഫീലിന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് ഈ ഒരു പ്രൊസീജിയർ നല്ല ഇഷ്ടമാണ്. അങ്ങനെ സർവാംഗ അഭ്യംഗത്തിന് ശേഷം നമ്മൾ ഹോൾ ബോഡി മാസ്ക് ഇടുകയാണ് കേട്ടോ. അതായത് ഫുൾ ബോഡി പാക്ക്. ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ, ഇതിൽ മഞ്ഞളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതും തൈരിലാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കുളി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ ശരീരം തന്നെ ഒരു നിറം വെച്ചൊരു ഫീൽ ഉണ്ടാവും കേട്ടോ. പിന്നെ മൊത്തത്തിൽ നമ്മൾ കഴുകി കളയില്ല. കുറച്ച് മഞ്ഞ കളറും എണ്ണയും ഒക്കെ അവിടെ ഇങ്ങനെ ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുക. പക്ഷേ കൈയൊക്കെ കാണുമ്പോൾ നോക്കിയേ, എൻ്റെ നഖമൊക്കെ നല്ല മഞ്ഞിച്ച് കളറായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് വേത് കുളി ഇനിയുണ്ട്,
അതിൻ്റെ മുമ്പേ വേത് പിടിക്കും. അതായത് വേത് വെള്ളത്തിൽ ഈ തുണി മുക്കിയിട്ട് നമ്മളെ ശരീരത്തിൽ എന്ത് ചെയ്യും, പിന്നെ ഇങ്ങനെ ഒപ്പിയെടുക്കും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനയ്ക്കൊക്കെ നല്ലൊരു റിലീഫ് ഉണ്ട്. ആൻഡ് സ്കിന്നൊക്കെ എന്താ പറയുക, നമുക്കൊന്ന് ബ്രൈറ്റ് ആയ പോലെ, അല്ലെങ്കിൽ നമ്മളെ ബോഡി ഒന്ന് ലൈറ്റൻ ചെയ്ത പോലെ, അങ്ങനത്തെ ഒക്കെ ഒരു ഫീലാണ് കേട്ടോ ഈ വേത് പിടുത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതാ വേത് കുളിക്കാനുള്ള വെള്ളം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊന്നല്ല കേട്ടോ, കുറേ വെള്ളമുണ്ട്. അങ്ങനെ അത് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളുണ്ടല്ലോ, എന്തോ ഒരു സ്വർഗ്ഗം കിട്ടിയ അവസ്ഥയാണ്. അപ്പോൾ നോക്കുമ്പോൾ ക്യാമറമാൻ ഉണ്ട് അവിടെ ഇരുന്നിട്ട് നന്നായി ചെരുപ്പ് തേച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുളിസിയും പിന്നെ ക്യാമറ എടുക്കാൻ ക്യാമറ പരിപാടി കഴിഞ്ഞു എന്ന് വെച്ചിട്ട് മൂപ്പര് പോയതാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ക്യാമറമാനെ. കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു ജീവൻ കിട്ടിയൊരു ഫീലാണ്. ആൻഡ് ആ ഒരു ചൂടുവെള്ളം എന്ന് വെച്ചാൽ നമ്മൾ തിളച്ച വെള്ളം മേലൊഴിക്കുന്ന പരിപാടിയല്ല, നമുക്ക് എന്താ പറയുക, താങ്ങാൻ പറ്റുന്നൊരു ചൂടൊന്നും ഉണ്ടാവില്ലേ, അങ്ങനെ എന്ന് വെച്ചാൽ ചെറിയ ചൂടുമല്ല കേട്ടോ, അത്യാവശ്യം നല്ലൊരു ചൂടുള്ള വെള്ളത്തിലാണ് ഈ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ രാസ്നാദി തളം വെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ആരും കമൻറ്റ് ഇടരുത് ഇവർക്ക് നെല്ലിക്കാത്തളമാണ് വേണ്ടതെന്ന്. നെല്ലിക്കാത്തളമൊക്കെ മുമ്പത്തെ പ്രസവത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വലിയ ഭ്രാന്തില്ലാതെ പോകുന്നതെന്ന് തോന്നുന്നു. അമ്മമ്മേൻ്റെ വക നെല്ലിക്കയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലായിരുന്നു കുളി. ഇപ്പോൾ വേദവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുളിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേശധൂപനമാണിത്. അപ്പോൾ നമുക്ക് മുടിയൊക്കെ ഇങ്ങോട്ട് പുകച്ച് ഇങ്ങോട്ട് പുറത്ത് ചടിക്കും. നമ്മൾ പുകച്ച് പുറത്ത് ചടിക്കാന്നൊക്കെ പറയില്ലേ, ദതുക്കൂട്ട് നമ്മളിവിടെ പുകച്ചുകൊണ്ടിരിക്കുകയാണ്. വൈശാഖേട്ടാണ് കുറച്ച് പുകച്ച് പുറത്ത് ചടിക്കേണ്ടത്. ആ മൂപ്പരവിടെ കണ്ട് ആസ്വദിക്കുകയാണ്. ഇതൊന്നല്ല ഏട്ടന് കാണേണ്ടത്, എന്താ അറിയോ, ധൂമപാനം എന്ന് പറയും. അതായത് മൂക്കിലൂടെ പുക ഇങ്ങനെ വലിയേച്ച് കെറ്റി വിടുക. ആ സംഭവം അത്ര എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ, കാരണം അങ്ങോട്ട് മൂത്താവിലേക്ക് കയറി വായിക്കൂടെ അങ്ങോട്ട് പോവുക ചെയ്യുക. അത് കാണാനാണ് ഏട്ടൻ ഈഗളി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കുളിയില്ലേ, വേദുകുളിക്ക് ശേഷമുള്ള ഈ കർമ്മങ്ങളില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിലാക്സേഷനാണ് കേട്ടോ തരിക. എന്ന് വെച്ചാൽ നമ്മൾ അതുവരെ ഒഴിച്ചിലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നന്നായിട്ട് റിലീഫ് ഉണ്ടാവും ഈ ഒരു സമയത്ത്. ശരിക്കും പറഞ്ഞാൽ ആ സ്മെല്ലും ഒക്കെ കൂടെ ആകുമ്പം അതിന് പ്രത്യേക സുഖമാണ്. അടുത്തതാണ് നമ്മുടെ വൈശാഖേട്ടൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ധൂമപാനം. അതിനെന്താ ഈ ഒരു പുകയില്ലേ, ഇത് മൂക്കിലൂടെ വലിച്ചിട്ട് വായിലൂടെ വിടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതങ്ങോട്ട് കയറുമ്പോണ്ടല്ലോ പ്രത്യേകം അറിയും കേട്ടോ നമ്മൾ. വരണം അങ്ങനെ ഈ വലിക്കുന്നില്ല, പുകരുന്നില്ല, ഇല്ല. എല്ലാരും വലിച്ചില്ല. എൻ്റെ വായിൽ കൂടെ പുക വരുന്ന കാണാനായിട്ട് ആ മനുഷ്യൻ്റെ ഒരു സങ്കടങ്ങൾ നോക്കിയേ അല്ലേ. പിന്നെ അതാ ആളെനിക്ക് മുടിയൊക്കെ കെട്ടിയെന്ന് സെറ്റാക്കി തന്നിട്ട് എന്നെ സുന്ദരിയാക്കണം ഗൈസ്. നീ ഓൾറെഡി സുന്ദരി അല്ലേടി. എല്ലാത്തിനും വട്ടാണോ അവിടെ, കുഞ്ഞി പൊട്ട് തൊട്ടാൽ മതി കേട്ടോ, ഇല്ല ഞാനും കാശിയും കൂടെ ഒരുപോലെ ആയിപ്പോ. മറ്റേ ഇതില്ലേ കവിയൂർപ്പന്നല്ലേ അങ്ങനെ കിട്ടും. അടുത്തതായി നമ്മൾ സുന്ദരിക്ക് പൊട്ട് തൊടലാണ് കേട്ടോ. സംഭവം മെയിൻ പ്രൊസീജിയർ അഞ്ജനമാണ്. അഞ്ജനം എന്ന് പറഞ്ഞ ഇതിന് ഒരുപാട്, അതായത് ആയുർവേദത്തിൽ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ. അഞ്ജനം എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടെ നിന്നുള്ള കൺമഷിയാണ് കേട്ടോ, അത് വെച്ചിട്ട് എഴുതുകയാണ്. എന്താണെന്ന് അറിയില്ല, അപ്പോൾ എഴുതുമ്പോൾ എപ്പോഴും പുറത്തുകൂടി ആവും കേട്ടോ. എന്നിട്ട് കഴിഞ്ഞ കമൻറ്റിൽ ഞാൻ കുറേ പേര് പറഞ്ഞു, ഞാൻ കണ്ടു ദിഗംബരി ലുക്കായിട്ടുണ്ടെന്ന്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നൽ. കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒരു ദിഗംബരി ലുക്ക് തന്നെയാണ് അവർ. അങ്ങനെ ഞാൻ 2 കണ്ണും എഴുതി, പിന്നെ ഒറ്റക്കണ്ണ് ആരും എഴുതൂലല്ലോ അല്ലേ. അങ്ങനെ 2 കണ്ണും എഴുതിയൊക്കെ സെറ്റായി. ഇതാ ലാസ്റ്റത്തെ കോലം ഇതിങ്ങനെയാണ്. കുണുവാവാന്നൊന്നിനി ആരും കമൻറ്റ് ഇടാൻ നിൽക്കരുത്. പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് നമ്മുടെ എന്തെങ്കിലും സിനിമയിൽ ഒരു മണിച്ചിത്രത്താഴിൽ ശോഭന ഊരിയിട്ട് സാരി എന്നൊന്നും ആരും വിചാരിക്കരുത്. ആ മ്യൂസിക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലേ കാണുമ്പം. ഇത് നമ്മളെ വയറ് വലിഞ്ഞ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അത് വൃത്തിക്ക് ചെയ്യേണ്ടോണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. നമ്മൾ വീട്ടിൽ നിന്ന് എന്തോ ഒരു കെട്ടി ഒരു ഇരുത്തോ എണീക്കലും കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ കൂടെ ഉറഞ്ഞുകൂടി മുകളിലേക്ക് വന്നിട്ടുണ്ടല്ലോ, ഒന്നും സെറ്റാവില്ല. കെട്ടേണ്ടോണം കെട്ടണം. ഇരുന്നാലും കിടന്നാലും ഒന്നും അത് അതിൻ്റെ പൊസിഷനിൽ നിന്ന് മാറാതെ നല്ല രീതിക്ക് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അത് അമ്മമ്മേൻ്റെ വക ചുക്ക് കാപ്പിയാണ്. ചുക്ക് കാപ്പീൻ്റെ റെസിപ്പി ഇടുമെന്ന് ഒരാൾ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഈ ചുക്ക് കാപ്പി കുടിച്ചാലുണ്ടല്ലോ പോണ വഴി അറിയും. അതായത് ഈ ചുക്ക് കാപ്പി പോണ വഴിയൊക്കെ നമ്മളിങ്ങോട്ട് അറിയുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചോറുന്നാലിരുന്നു കേട്ടോ. ചോറും ഉപ്പേരിയും പിന്നെ പച്ചക്കറിയും മീൻ പൊരിച്ചതും ഒക്കെ കൂടെ
ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അമ്മമ്മ പപ്പടം കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. കാശിക്കുട്ടൻ എണീറ്റ് അടുത്ത പാലുകുടിയും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് കേട്ടോ. സാധാരണ ഈ പാലുകുടീൻ്റെ സമയത്താണ് ഞാൻ അവനെ ഒരുക്കി കൊടുക്കാറ്. പക്ഷേ ഇന്ന് എനിക്കൊരു സ്ഥലം വരെ പോകാനുള്ളത് കൊണ്ട് എനിക്ക് എന്താ പറയുക ഒരുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് ഫുഡ് കഴിച്ച് പോകണം, അത്യാവശ്യം ഒരു കാര്യം ആയതുകൊണ്ടാണ് പോണത്. അല്ലെങ്കിൽ ഫുള്ള് റെസ്റ്റ് എടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി റെസ്റ്റ് എടുക്കണം. ഞാൻ എന്നും റെസ്റ്റ് എടുക്കാറാണ്. പക്ഷേ ഇന്നൊരു അത്യാവശ്യം ആയതുകൊണ്ടാണ് പുറത്തേക്ക് പോണത്. അങ്ങനെ ഞാനും രേവതിയും കൂടി ഇരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ഏട്ടൻ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയതാണ്. എന്നിട്ട് വേണം ഏട്ടനും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് ഏട്ടൻ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും. അപ്പം ഞാൻ ആലോചിച്ചു, പാവം ഏട്ടൻ വീഡിയോ എടുത്തതുകൊണ്ടല്ലേ ഇത്രയും നേരം വീഡിയോ ഉണ്ടായത്. പിന്നെ ഏട്ടനെ കുറ്റം പറയാൻ പാടുണ്ടോ? എന്തായാലും ഏട്ടൻ ഡ്രസ്സൊക്കെ മാറ്റി വരട്ടെ. അപ്പോഴത്തേക്കും ഞങ്ങൾ കഴിച്ചു തുടങ്ങിയിട്ട് ഏട്ടൻ കഴിച്ചു തുടങ്ങിക്കോളാൻ പറഞ്ഞു, ലേറ്റ് ആവണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഏട്ടനും കൂടെ വന്നിട്ടുണ്ട്. എവിടേക്കാണ് പോണത് എന്നൊക്കെ ഉള്ളത് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ ബൈ ഗായ്സ്, ബൈ.